ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായ ഞാൻ ദൈവത്തിൽ നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ജോൺ ബ്രദറും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത്, തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി തനിക്ക് വിരോധമായി കോർട്ടിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് തനിക്ക് അനുകൂലമാകേണ്ടതായിട്ട് ദൈവത്തിൻ്റെ നീതി തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതായിട്ട് അറിയാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് സ്വർഗത്തിൽ, ഈ ഭൂമിയിലെ കോടതി പോലെ തന്നെ സ്വർഗത്തിലൊരു കോടതിയുണ്ട്. ഈ കോടതിയിലേക്ക്, പിതാവിൻ്റെ കയ്യിലേക്ക്, പിതാവിൻ്റെ മുമ്പിലേക്ക് നമുക്ക് ഈ പ്രാർത്ഥന വിഷയം വയ്ക്കാം. ഹല്ലേലൂയ. താൻ കൂടെ നിന്ന് വർഷങ്ങളായിട്ട് തൻ്റെ കൂടെ നിന്ന വ്യക്തി തനിക്ക് വിരോധമായി തീർന്നപ്പോൾ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഇതിനകത്തൊരു അനുകൂലത കൊണ്ടുവരും, ദൈവം ഇതിനകത്തൊരു അത്ഭുതം ചെയ്യും. അതേപോലെ തന്നെ ജോൺ ബ്രദറിൻ്റെ ശാരീരികമായ വിഷയത്തിനകത്ത് ഒരത്ഭുത വിടുതൽ കർത്താവ് അയക്കാൻ പോവുകയാണ്. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കരം ചലിക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കണമേ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് തനിക്ക് വിരോധമായി ആ കോർട്ടിൽ പോകുന്ന ആ കേസുകളെ കർത്താവ് അനുകൂലമാക്കണമേ. തൻ്റെ വിരോധങ്ങളെ ദൈവം ക്യാൻസൽ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യെശയ്യാവ് വിളിച്ചു പറയുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ലെന്ന്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, കർത്താവെ, ഈ മകനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യണമേ, ഈ മകൻ്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. തൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളെ, തൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ കർത്താവ് അത്ഭുതത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇതൊരു വിടുതലാക്കണമേ അപ്പ, ഇതൊരു അത്ഭുതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി, അങ്ങ് കരുതിയതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്നതിനായി നന്ദി. യേശുവേ, പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഇതൊരു വിടുതലിൻ്റെ സമയമാക്കണമേ. കർത്താവിൻ്റെ കരം വെളിപ്പെടുത്തണമേ അപ്പ. ജോൺ ബ്രദറിൻ്റെ പൂർണ്ണ സൗഖ്യം, പൂർണ്ണ വിടുതൽ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ വെക്കുന്നപ്പ. അത് വെളിപ്പെടണമേ അപ്പ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. ദൈവത്തിന്റെ സമയം അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുതൽ ഇന്നലെ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചായിരുന്നു. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. അവിടെ നിന്ന് വായിച്ചു തുടങ്ങിയാണ്. ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ നിങ്ങൾ നോക്കുക. ദൈവത്താൽ നടത്തപ്പെടുന്ന ജനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഹല്ലേലൂയ, 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി. അവർക്കൊന്നിനും കുറവുണ്ടായില്ല. അവരെ വസ്ത്രം പഴകിയില്ല, അവരെ കാൽ വീങ്ങിയതുമില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് എൻ്റെ കൂടെ ചേർന്ന് കരമുയർത്തിപ്പിടിച്ച്, കർത്താവേ, എൻ്റെ ബുദ്ധിക്കപ്പുറത്തായി, എൻ്റെ ചിന്തകൾക്കപ്പുറത്തായി നീ എന്നെ ഒന്ന് വഴി നടത്തണമേ, നിന്റെ സമയത്തിലേക്ക്, നിന്റെ കരത്തിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു മുഴുവൻ അവിടെയാണ് ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വലിപ്പം കാണണമെങ്കിൽ നമുക്ക് പുറപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 20. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ മീറ്റിംഗിനകത്ത് വിശ്വസിച്ചോ. ശത്രുവിന് രാത്രി അന്ധകാരവും, അവിടെ രാത്രി മുഴുവൻ മിസ്രൈമിലെ സൈന്യവും ഇസ്രായേലിലെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യത്തിൽ വന്നു. അവർക്കും മേഘവും അന്ധകാരവുമായിരുന്നു. ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് ദൈവത്തിന്റെ സമയത്തിൽ വിശ്വസിക്കുന്നവർ ഇവിടെ തന്നെ ഈ വാക്യത്തിനകത്തോട്ട് നിന്നുകൊണ്ട് 127-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം, എൻ്റെ ഭക്തനോ ഞാൻ ഉറക്കത്തിൽ കൊടുക്കുമെന്നുള്ള വാക്യം കൂടെ ചേർത്ത് പിടിക്കുകയാണ്. നിങ്ങൾ ഇന്ന് വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴും ദൈവത്തിന്റെ കരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ദൈവത്തിന്റെ സമയത്തിൽ നിൽക്കുന്നവൻ തിരിച്ചറിയണം, രാത്രിയിലും അവന്റെ കരുതലുകൾ അവൻ അനുഭവിക്കും. പകലും അവന്റെ കരുതലുകൾ അവൻ അനുഭവിക്കും. കാരണം നീ ദൈവത്തിന്റെ കരത്തിലാണ് നിൽക്കുന്നത്. എത്ര പേർ ഒരുമിച്ചൊന്ന് അവർക്ക് രാത്രിയും അന്ധകാരവും മേഘവുമായിരുന്നെങ്കിൽ ഇവർക്ക് രാത്രിയും കൂടെ ദൈവം പകലാക്കി കൊടുത്തു. വിശ്വസിക്കുന്നവര് ഒരുമിച്ചൊന്ന് കര ഉയർത്തിപ്പിടിച്ചു. നീണ്ട വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ലെന്ന് പറയുന്ന ചിലരുണ്ട്. അവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ മിനിറ്റിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമെങ്കിൽ നിന്റെ ലൈഫിൽ ഇതുവരെയും കാണാത്ത ചിലത് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ തുടങ്ങും. കാരണം നീ ദൈവത്തിന്റെ സമയത്തിലോട്ട് തിരികെയാണ്. നീ ദൈവത്തിന്റെ സമയത്തിലോട്ട് തിരിയുക. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദാനിയേലിന്റെ ദൈവം രാത്രിയിൽ ദർശനങ്ങളെ കൊടുക്കുന്ന, രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. വിശ്വസിക്കാമെങ്കിൽ വർഷങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് കരകയറാതെ കിടക്കുന്നത് ഈ രാത്രി മുതൽ അത്ഭുതമാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരുമിച്ചൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് കാരണം കർത്താവിന്റെ കരത്തിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോൾ, ഞാൻ ഈ ആത്മാവിൽ ഒരു പദം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി പറയട്ടെ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഹല്ലേലൂയ ചില
ചിലവർ വീട് വെച്ചവരുണ്ട്, ഹല്ലേലൂയ, ചിലവർ വീട് വാങ്ങിച്ചവരുണ്ട്. എന്നാൽ ആ വീട്ടിനകത്ത് 1 വർഷമൊക്കെ കഴിഞ്ഞ് താമസം കഴിഞ്ഞിട്ട് വരുമ്പോൾ അറിയാം അത്യാവശ്യം ലോണ് ഹല്ലേലൂയ ചോദിക്കുന്നുണ്ട്. ഈ ബാങ്കിലൊക്കെ ചെന്ന് ലോണ് അതിന് വേണ്ടി വീട് ഹല്ലേലൂയ വെക്കുന്ന സമയത്ത് അവിടുത്തെ ആ ബാങ്ക് മാനേജറോ അല്ലെങ്കിൽ നോക്കാൻ വരുന്ന ആളോ ചോദിക്കും, ഇതിപ്പോ എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചോദിക്കും. ഈ ഭൂമിയിൽ എന്തു ആയാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിനെല്ലാം പഴക്കങ്ങൾ വെളിപ്പെടുന്നത് കാണാൻ പറ്റും. ഈ ഭൂമിയിലായിരിക്കുന്നവർക്ക് അറിയാം വിവാഹം കഴിഞ്ഞാൽ എത്ര വർഷമായി, അറിയാം ഇതാണ് അറിയാം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ചോദ്യങ്ങൾ വരുന്നത്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഹല്ലേലൂയ സകലതും പഴകുമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ ദൈവത്തോടെടുക്കാമെങ്കിൽ ദൈവം നിങ്ങളെ പുതുക്കും. ഇന്ന് വൈകിട്ട് ആരോടൊക്കെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വർഷങ്ങൾ പഴകിയ ജീവിതത്തിനകത്ത്, വർഷങ്ങൾ ആ രോഗം പിടിച്ച്, ആ കടബാധിത പിടിച്ച്, ബിസിനസ് തകർന്ന് പഴകിയ അനുഭവത്തിനകത്ത് എത്ര വർഷം, ചിലവർ പറയും ഇത്ര വർഷമായി പാസ് ഞാൻ തകർന്നാ നിൽക്കുന്നത്. എന്നാൽ ഇന്ന് വൈകിട്ട് ആദ്യത്തെ ദൂത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ദൈവത്തിന്റെ ശക്തി നിന്റെ മുന്നിൽ വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ വീട്ടിനകത്ത് ചില പുതുക്കങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നിന്റെ ജീവിതത്തിനകത്ത് ചില പുതുക്കങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. അറിയാം മദ്യപാനം കൊണ്ടുപോയ വീട്ടിനകത്ത് അറിയാം വഴക്കും പ്രശ്നവും അറിയാം വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയത് ഇന്ന് വൈകിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ദൈവത്താൽ ചിലത് പുതുകാൻ പോവുകയാണ്. ദൈവത്താൽ ചിലത് പുതുകാൻ പോവുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കണമേ. ഞാൻ ആരോടൊക്കെ ഇതൊരു പ്രവചന ദൂതാണ്. നിങ്ങൾ സ്വീകരിക്കുന്നവരാണെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും നടക്കാത്തത് ചിലത് ഇന്ന് രാത്രി സംഭവിക്കും. ഹല്ലേലൂയ. കാരണം ഇവർക്കോ ദൈവം രാത്രിയും കൂടെ പകലാക്കി കൊടുത്തു. അങ്ങനെ ഒരു അനുഭവം ഉണ്ട് കേട്ടോ. 121 സങ്കീർത്തനം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോ. അറിയാം ഞാൻ ആത്മാവിൽ ഈ ദൂത് പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്നുകൂടെ ഒരു തിരിവ് സംഭവിക്കും. അറിയാം 121 സങ്കീർത്തനം 6-7 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. 121 സങ്കീർത്തനം 6-7 വാക്യങ്ങൾ ഒരുമിച്ച്. ജീവിതത്തിനകത്ത് പ്രശ്നവും പ്രതികൂലവും ഒക്കെ വരുമ്പോഴാണ് അറിയാം ആക്സിഡന്റ് വരുമ്പോൾ ഹല്ലേലൂയ ഞാൻ ആർക്കും വരുമെന്നല്ല പറഞ്ഞത്. ആക്സിഡന്റ് വരുമ്പോൾ അറിയാം കാലോ കൈയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ ചില മാസങ്ങൾ ചില ദിവസങ്ങൾ സ്റ്റക്കായതുപോലാകും. ഹല്ലേലൂയ. എന്നാൽ തമ്പുരാൻ പറയുക, ഇനി പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ അറിയാം നിന്നെ ബാധിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു ദോഷവും തട്ടാതെ വണ്ണം യഹോവ നിന്നെ പരിപാലിക്കാൻ പോവുകയാണ്. അറിയാം നിന്റെ പ്രാണനെ അവൻ പരിപാലിക്കാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സ്പീഡ് വർദ്ധിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും ചിന്തിക്കാത്ത നിലയിൽ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ 18-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ ഈ ആഴം നിങ്ങൾക്ക് പിടികിട്ടും. ഇന്ന് വൈകിട്ട് എന്റെ കൂടെ ഈ പ്രവചന സന്ദേശത്തിനകത്തൊട്ടൊന്ന് കയറി വരാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. നിങ്ങളുടെ വർഷങ്ങളെ കർത്താവ് നിങ്ങൾക്ക് മടക്കി തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അറിയാം 46-ാമത്തെ വാക്യം ഹല്ലേലൂയ ഒരുമിച്ച് അറിയാം. ആഹാബിന് മുമ്പായി ഓടി എന്ന് പറഞ്ഞാൽ ആഹാബിന്റെ രഥത്തിന് കണക്ക് പറയുന്നത് ഹല്ലേലൂയ 7 കുതിരകളുണ്ട്. ഹല്ലേലൂയ 7 കുതിരകളിലേക്കാൾ ബലം ദൈവത്തിന്റെ കൈ വന്ന ഏലിയാവിന്റെ വെളിയിൽ വന്നു. നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ഗിയർ ചേഞ്ച് ആകുന്ന രാത്രിയായത്. ഹല്ലേലൂയ. ഒരു ഡിവൈൻ ആക്സിലറേഷൻ നിന്റെ മുന്നിൽ സംഭവിക്കാൻ പോകുകയാണ്. നിന്റെ മുന്നിൽ ഒരു ഡിവൈൻ സ്പീഡും മാസങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നടക്കാത്തത് ഇന്ന് വൈകിട്ട് നിന്റെ മുന്നിൽ സംഭവിക്കാൻ പോകുന്നു. ജോലിയിൽ എത്ര ശ്രമിച്ചിട്ടും ഉയർച്ചയില്ല. കുടുംബത്തിനകത്ത് നാളുകളായി ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വർഷങ്ങൾ നീണ്ടുപോകുകയാണ്. അറിയാം നാളുകളായിട്ട് കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു, ഒരു വിടുതലുമില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിന്റെ വെളിയിൽ വരുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അറിയാം എത്ര അടച്ചിട്ടും ലോണ് തീരുന്നില്ല പാസ്റ്റർ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇത് ദൈവത്തിന്റെ സമയത്തിലേക്ക് നീ തിരിയാൻ പോകുന്ന രാത്രിയാണ്. നിന്റെ ജീവിതത്തിനകത്തും നിന്റെ തലമുറയുടെ ജീവിതത്തിനകത്ത് ഇതുവരെ നടക്കാത്തത് എന്തോ നീ വചന സന്ദേശത്തിന്റെ നടുവിൽ ഇതാ കർത്താവ് ചെയ്യാൻ പോകുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണമേ. ദൈവം എന്നോട് നേരിട്ട് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ഈ വചനത്തിനകത്ത് അത് ഇത്രയും അല്ലെങ്കിൽ ഉറച്ചിന്ന് രാത്രി അറിയാം പ്രാർത്ഥിക്കുകയും അറിയാം നിങ്ങളോട് ഈ വചനം പറയുകയും ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ് അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. അറിയാം നിങ്ങൾ ശ്രദ്ധിച്ചേ അറിയാം ഇനി പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ അല്ല, ദൈവത്താൽ നീ നടക്കപ്പെടാൻ പോവുകയാണ്. ദൈവത്താൽ നീ മുമ്പോട്ട് കാലുകൾ വെക്കാൻ പോവുകയാണ്. കാരണം എന്താണെന്നറിയാമോ? അറിയാം ഈ ഭൂമിയിൽ ദൈവം അറിയാം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വെളിച്ചം, ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ സൂര്യന്റെ കണക്കിനും അപ്പുറത്തായി അറിയാം സൂര്യനെ കുറിച്ച് പറയുന്നത് അറിയാം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചു. 104-ാം സങ്കീർത്തനം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 104-ാം സങ്കീർത്തനം അതിന്റെ 19-ാമത്തെ വാക്യം. ഇന്ന് വൈകിട്ട്
എന്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വചനത്തെ അതേപോലെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ചിലവർക്ക് ഇന്ന് അസാധാരണമായ ചില വിടുതലുകൾ സംഭവിക്കും. ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു, സൂര്യൻ തന്റെ അസ്തമത്തെ അറിയുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ വീട്ടിലെ ഹല്ലേലൂയ കലണ്ടറും ഹല്ലേലൂയ നിങ്ങളുടെ വീട്ടിലെ ക്ലോക്കും എല്ലാം ഈ സൂര്യന്റെ അസ്തമയത്തെയും ഹല്ലേലൂയ ഉദയത്തെയും അതേപോലെ തന്നെ കാലനിർണയത്തിന് ചന്ദ്രനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം സൂര്യൻ അസ്തമിക്കാതിരുന്നാൽ എല്ലാ കണക്കുകളും തെറ്റും. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ചൊവ്വ ബുധനിലേക്ക് വരത്തില്ല. ഹല്ലേലൂയ. ശനി വെള്ളി ശനിയിലേക്ക് വരത്തില്ല. കാരണം സൂര്യൻ നിലനിൽക്കുകയാണ്. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്ന് വൈകിട്ട് നീ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ഈ ലോകത്തിലുള്ള ടൈം സിസ്റ്റം നിന്റെ വെളിയിൽ നിന്ന് മാറിയിട്ട് ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. ഒന്ന് സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓ ഹല്ലേലൂയ. ഇതാണ് അബ്രഹാമിന്റെ മുന്നിൽ ചലിച്ചിരിക്കുന്നത്. നീണ്ട 24 വർഷം വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നു, ഒന്നും സംഭവിച്ചില്ല. ഹല്ലേലൂയ. സാറയുടെ വാക്ക് കേട്ടിട്ട് അബ്രഹാം തെറ്റിപ്പോയിരുന്നു. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവം അബ്രഹാമിനെയും സാറയും സ്പർശിച്ചപ്പോൾ ഹല്ലേലൂയ വർഷങ്ങൾ നടക്കാത്തത് വീണ്ടും സംഭവിച്ചു. വീണ്ടും അബ്രഹാമിന് അതിനുശേഷം വീണ്ടും സന്തതികൾ ഉണ്ടായെന്ന് ബൈബിൾ കാണിക്കുന്നു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്ന് വൈകിട്ട് ദൈവ സ്പർശനം നിന്റെ ശരീരത്തെ തിരിക്കും, നിന്റെ ചിന്തകളെ മാറ്റിമറിക്കും, നിന്റെ ഹല്ലേലൂയ ജീവിതത്തിനകത്ത് പുരോഗതികൾ സംഭവിക്കും. കാരണം ഹല്ലേലൂയ ദൈവത്തിന്റെ ഇടപെടൽ, ദൈവിക സ്പർശനം നിന്റെ വർഷങ്ങൾ വീട്ടിൽ ഹല്ലേലൂയ വെറുതെ പോയത് കർത്താവ് ഇന്ന് മാറ്റിമറിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഞാൻ ഇതിന്റെ ആഴത്തിലോട്ടൊന്ന് കയറാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ ദൈവിക സമയം എങ്ങനെ നിന്റെ ജീവിതത്തിനകത്തേക്ക് വെളിപ്പെടും, അല്ലെ എങ്ങനെ ഇത് പ്രാപിക്കാൻ കഴിയും ആ നിലകളിൽ ഇന്ന് വൈകിട്ട് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുന്നതിനുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഈ പദം ശ്രദ്ധിക്കണമേ. ദൈവ ശബ്ദത്തിനകത്ത്, ദൈവവചനത്തിനകത്ത് നിൽക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്, ഇന്ന് വൈകിട്ട് നീ കൈ ഉയർത്തുന്നത് വെറുതെ അല്ല, ഇന്ന് വൈകിട്ട് നീ പ്രാർത്ഥിക്കുന്നത് വെറുതെ അല്ല. കാരണം ഏതോ മിനിറ്റിൽ നിന്റെ വല നിറയാൻ പോകുകയാണ്, ഏതോ മിനിറ്റിൽ നിന്റെ പടക് നിറയാൻ പോകുകയാണ്. കാരണം ലോകത്തിന് ചെയ്യാൻ പറ്റാത്തത് ദൈവം ഇറങ്ങി ചെയ്യാൻ പോകുന്നു നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത്. പത്രോസെ രാത്രി മുഴുവൻ എന്ന് പറഞ്ഞാൽ കടലിൽ വർഷങ്ങളായി എക്സ്പീരിയൻസ് ഉള്ളവൻ, മുക്കുവന്റെ പാരമ്പര്യമുള്ളവൻ, കടലിന്റെ ശാസ്ത്രം അറിയുന്നവൻ, ഒന്നും കിട്ടാതെ നിൽക്കുമ്പോൾ കർത്താവിന്റെ ഒരു വാക്കുകൊണ്ട് ആ പടകിനെ നിറയ്ക്കുകയും അടുത്തുള്ള പടകുകളെ വിളിച്ച് അവരെയും കൂടെ ഈ അനുഗ്രഹം ചുമക്കാൻ വിളിച്ചതുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവിക ഇടപെടൽ, ദൈവിക സ്പർശനം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ വർഷങ്ങൾ പിടിച്ചു തൂങ്ങിയിരിക്കുന്ന രോഗം മാറും കേട്ടോ. ആ ഡയബറ്റിക്കിന്റെ ശക്തി നിന്റെ ശരീരം വിടാൻ പോവുകയാണ്. വീട്ടിനകത്ത് നിൽക്കുന്ന കണ്ണുനീര്, അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് ഉയർച്ച പ്രാപിക്കാതെ നിൽക്കുന്ന ചില എതിരുകൾ, അതെല്ലാം ഇന്ന് വൈകിട്ട് മാറുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെന്റെ കൂടെ ചേർന്നുകൊണ്ട് കൈയൊക്കെ അടിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. എത്ര പ്രാർത്ഥിച്ചിട്ടും ഭർത്താവ് മാനസാന്തരപ്പെടുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും മക്കള് നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് വരുന്നില്ല. ഇതിനെയെല്ലാം നീക്കാൻ കഴിയുന്ന ദൈവവചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കരം ഇന്ന് വൈകിട്ട് നിന്റെ മേളിൽ വെളിപ്പെടാൻ പോകുകയാണ്. ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ നിന്റെ സ്പർശനം, നിന്റെ ഇടപെടൽ, അതിനുവേണ്ടി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്, അതിനുവേണ്ടി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്, വർഷങ്ങൾ മാറാത്തത് എന്തോ ഒന്ന് ഇന്ന് വൈകിട്ട് നിന്റെ വീട്ടിനകത്തുനിന്ന് മാറാൻ പോവുകയാണ്. വർഷങ്ങൾ തീരാത്ത കണ്ണുനീര്, വർഷങ്ങൾ തീരാത്ത വഴക്ക്, വർഷങ്ങൾ മാറാത്ത ആ ഡൗട്ടിന്റെ ആത്മാവ് ഇന്ന് വൈകിട്ട് നിന്റെ വീട്ടിനകത്തുനിന്ന് മാറാൻ പോവുകയാണ്. ആത്മാവിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഇടപെടൽ നിന്റെ സമയത്തെ തിരിക്കുന്നതാ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ഒരു പദം കയറി പറഞ്ഞു തുടങ്ങട്ടെ. എനിക്ക് ഭയങ്കര ദൈവശക്തി, ദൈവസമാധാനം ഞാൻ അനുഭവിക്കുന്നു. ഈ മിനിറ്റ് മുതൽ എനിക്കറിയാം ഈ മീറ്റിങ്ങിനകത്ത് എന്തോ സംഭവിച്ചു തുടങ്ങിയാണ്. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഏതോ മേഖലയിൽ ഇന്ന് വൈകിട്ടൊരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കണം. നീ ഇതുവരെയും ചിന്തിക്കാത്ത നിലകളിൽ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോവുകയാണ്. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഒരു ആലോചന പറയുന്നു. ഇന്ന് രാത്രിയിൽ ദൈവം നിന്റെ ഭവനത്തിൽ നിന്റെ വെളിയിൽ വെളിപ്പെടാൻ പോകുന്നു. യോവേൽ പ്രവചനം ആഴത്തിലോട്ടൊന്ന് കയറുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവര് സ്വീകരിക്കണമേ. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. ഇന്ന് വൈകിട്ട് ദൈവം നിന്റെ ഭവനത്തിൽ ചിലതിനെ മാറ്റാൻ പോവുകയാണ്. വർഷങ്ങൾ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ എല്ലാം ആശുപത്രിയിൽ ചെലവഴിച്ച് നിന്റെ ജീവിതത്തിനകത്ത് എല്ലാം അന്യന്മാർ കൊണ്ടുപോയ, പലിശക്കാർ കൊണ്ടുപോയത്, ലോൺ അടച്ചു തീരാത്തത് ഇന്ന് വൈകിട്ട് എന്റെ ദൈവം തൊടാൻ പോകുകയാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നിനക്ക് വേണ്ടി ഇതുവരെയും നടക്കാത്തത് എന്തോ ഒന്ന് സംഭവിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ മുഴുവൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ.
നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ. അവിടുത്തെ 25-ാമത്തെ വാക്യത്തിന്റെ ആഴമെന്ന് പറയുന്നത് എന്റെ മഹാസൈന്യമായി അല്ലെങ്കിൽ എത്ര അധ്വാനിച്ചാലും എവിടെയോ ചോർച്ചകൾ സംഭവിക്കുന്നത് പോലെ, എവിടെയോ നന്മകൾ അല്ലെങ്കിൽ കയ്യിൽ നിൽക്കാത്തതുപോലെ നിൽക്കുന്നത്, ഇന്ന് വൈകിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവ് അതിനെ ഹിഡനായി അല്ലെങ്കിൽ സഡനായി മാറ്റാൻ പോവുകയാണ്. ആ മറഞ്ഞു കിടക്കുന്ന ശക്തികളെ ഇന്ന് രാത്രി ദൈവം ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വീട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ഹല്ലേലൂയ. വിശ്വസിക്കാമെങ്കിൽ വർഷങ്ങൾ നഷ്ടമായത് അറിയാം. ചിലവരോട് ചോദിച്ചാൽ പറയും 8 വർഷമായി സാമ്പത്തിക നഷ്ടത്തിലാണ് നിൽക്കുന്നത്, 8 വർഷമായി കണ്ണുനീരിലാണ് നിൽക്കുന്നത്, 8 വർഷമായി എന്റെ കുടുംബത്തിൽ ഒരു സന്തോഷമില്ല പാസ്റ്റർ, 8 വർഷമായി ഹല്ലേലൂയ എന്റെ മകൻ ഹല്ലേലൂയ ആ എക്സാം എഴുതിയിട്ട് മാസങ്ങളായിട്ട് തിരിച്ചെഴുതിയെടുക്കാൻ പറ്റുന്നില്ല. ഇന്ന് വൈകിട്ട് ഹല്ലേലൂയ ചിലരോട് ചോദിച്ചാൽ പറയും, ചില മാതാവ് അറിയാം, ചില ഹല്ലേലൂയ മാതാവും പിതാവുമായിട്ട് നിൽക്കുന്നവർ പറയും വിവാഹം കഴിഞ്ഞവർ ഞങ്ങളോട് മിണ്ടിയിട്ടില്ല. ഇന്ന് വൈകിട്ട് ചില തിരിവുകൾ സംഭവിക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ അക്കാരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ. കർത്താവ് പറയാണ്, എന്റെ മഹാസൈന്യമായ പച്ചപ്പുഴുവും വെട്ടിലും അല്ലെങ്കിൽ തുള്ളനും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ, വർഷങ്ങളെ സ്വീകരിക്കാമെങ്കിൽ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചോ. വെട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ എന്റെ കർത്താവ് മടക്കി തരാൻ പോകുകയാണ്. ദൈവം ഇടപെടുന്ന രാത്രിയാണ്, ദൈവം തൊടുന്ന രാത്രിയാണ്. നിന്റെ മുഖം നിന്റെ തല ഉയരാൻ പോകുന്നു. ഞാൻ എഴുതി വെച്ച് പ്രസംഗിക്കുന്ന ആളല്ല, ഇതെന്റെ മേളിൽ കിടക്കുന്ന വചനമാണ്. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ഇന്ന് വൈകിട്ട് ഏതൊക്കെയോ മേഖലകളിൽ നിന്റെ ജീവിതം തിരിയാൻ പോകുന്ന നിലയിൽ, നിന്റെ ജീവിതം സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിൽ എന്റെ കർത്താവ് ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ ചിലർ ചോദിക്കുന്നുണ്ട്, പാസേ എങ്ങനെ ഞങ്ങൾക്ക് ഈ സമയത്തിനകത്തോട്ട് കയറാൻ പറ്റും, എങ്ങനെ ഞങ്ങൾക്ക് ഇത് പ്രാപിക്കാൻ കഴിയും? ഇന്ന് രാത്രി ഞാൻ 1-ാമത്തെ സ്റ്റെപ്പ് പറയുന്നു, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. വിശ്വാസത്തിൽ നിനക്ക് ദൈവത്തിന്റെ സമയത്തിലോട്ട് തിരിയാൻ പറ്റും. ഇന്ന് വൈകിട്ട് അതേപോലെ പ്രാർത്ഥിച്ച്, ഇന്ന് ഹല്ലേലൂയ ഒരു സഹോദരി മാസങ്ങളായിട്ട് ജോലിയില്ല, വഴിയില്ല, പക്ഷെ ഒറ്റ ദിവസത്തെ കണ്ണുനീരിലും പ്രാർത്ഥനയിലും ദൈവം അവൾക്ക് വേണ്ടി വിദേശത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചോ. ഇന്ന് വൈകിട്ട് നാളുകൾ എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചിലവരെ പാസ്പോർട്ടിനകത്ത് ദൈവം സീലടിക്കാൻ പോവുകയാണ്. ദൈവസന്നിധിയിലാണ് ഉറപ്പുള്ളവർ. നിങ്ങളുടെ സീസണെ നിങ്ങൾ തിരിക്കും, നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ തിരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് വിശ്വസിച്ചുകൊണ്ട് നിൽക്കാമെങ്കിൽ എത്ര വലിയ എതിരുകളുടെ നടുവിലും നിനക്ക് നിന്റെ സമയത്ത് തിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഈ വാക്യത്തിനകത്തോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ഇതാ അവിടെ വീഞ്ഞില്ല, അവിടെ എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ വരുന്ന മണിക്കൂറുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് സന്നിധി നിങ്ങൾക്ക് മാറ്റിപ്പിടിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം എന്തോ ആഴത്തിൽ ചെയ്യാൻ പോകുന്നു. ഇന്ന് വൈകിട്ട് ദൈവം എന്തോ ആഴത്തിൽ ചെയ്യാൻ പോകുന്നു. ഞാൻ അത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അത് കർത്താവ് മറിയോട് പറയുകയാണ്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അവർക്ക് 4-ാമത്തെ വാക്യം കേട്ടോ. അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ യേശു അവളോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ദൈവപ്രവൃത്തി കാണാൻ ഒരു മാർഗവും ഇല്ലാതെ നിൽക്കുക. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ഇന്ന് വൈകിട്ട് ഇതുവരെയും തുറക്കാത്തത് എന്തോ ഒന്ന് തുറക്കാൻ പോകുന്നു. നടക്കാത്ത സ്റ്റേജിൽ ഒരു മറുപടി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരോടൊക്കെ എന്നോട് കേൾക്കുന്നവർ പറയുന്നു, തലമുറകൾ നാളുകളായി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, ഇന്റർവ്യൂ കഴിഞ്ഞ് ബസ്സേ ഒരു റിപ്ലൈയും ഇല്ല. ആരൊക്കെയോ എന്നെ കേൾക്കുന്നവരുണ്ട്, വിദേശത്ത് ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആത്മാവിൽ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് വൈകിട്ട് ഇതുവരെ നടക്കാത്തതെന്തോ ഒന്ന് നടക്കുന്നു. കാരണം വിശ്വാസത്തിൽ ഉറക്കുകയാണ്. കാണാത്ത കാര്യത്തിന്റെ നിശ്ചയത്തിനകത്ത് കയറി നിൽക്കുകയാണ്. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയത്തിനകത്ത് കയറി നിൽക്കുന്നു. ഉടമന മനമനകൾ ലഭിച്ചേ കഴിയത്തോളൂ. കർത്താവ് അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി നന്ദി. ഉടമന മനമനകളുടെ ആ കരമടിച്ചൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആ കാരാഗ്രഹത്തിനകത്ത് കയറിയവരെല്ലാം ജീവിതം അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിന്റെ കരമടി ആ കാരാഗ്രഹത്തെ പൊട്ടിച്ചു കളയാണ്. ഓ റബ ശംധേനിയാം തേരിയ. ഒറ്റ ദിവസം കൊണ്ട് ബാക്കിയുള്ളവരെയും കൂടെ വിടുതലിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഇന്ന് വൈകിട്ട് നിന്റെ മുകളിൽ ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ ദൈവം തുറക്കാൻ പോകുന്നു. നീ ആ കുടുംബത്തിന്റെ വിടുതലായി തീരുകയാണ്. നീ ആ സഭയുടെ വിടുതലായി തീരുകയാണ്. ആരോടായി ദൂത് വെളിപ്പെട്ട് വരികയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്വീകരിക്കുക. വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവം, നിന്റെ രട്ടിനെ അഴിച്ച് നിന്റെ സന്തോഷം ഒളിപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതൊക്കെ ഭവനങ്ങളിലിരുന്ന് ഏതൊക്കെ മേഖലയിലിരുന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടോ, ഇന്ന് വൈകിട്ട് കരഞ്ഞുകൊണ്ട് നിന്റെ ജീവിതം തീരത്തില്ല. അതിന് മുകളിൽ ദൈവത്തിന്റെ കരം നിന്റെ വെളിയിലോട്ട് വരികയാണ്. സമയത്തെ തിരിക്കാൻ
ഞാൻ ഇങ്ങനൊന്ന് വിളിച്ചു പറയും. ആ വീട്ടിൽ നിൽക്കുന്നവരെല്ലാം, ആ കല്യാണ വീട്ടിൽ നിൽക്കുന്നവരെല്ലാം, അകത്ത് നിൽക്കുന്നവരെല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രം പറയുന്നു തീർന്നിട്ടില്ല. ഒരുവനെ കൊണ്ട് ചിലത് ആരംഭിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ വിശ്വാസമാണ് മറിയ ഓടി യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത്. അവിടെ നിന്നും അത് കേൾക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ അവൾ വിശ്വാസത്തിൽ വീണ്ടും സ്റ്റെപ്പ് വെക്കുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി മറിയെ പോലെ ചില വിശ്വാസമുള്ളവരുണ്ട് ഇതിനകത്ത്. കർത്താവിനെ കൊണ്ട് ചെയ്യുക, നിർബന്ധമായി ചെയ്യുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആ വീട്ടിൽ മണിക്കൂറുകൾക്കുള്ളിൽ പച്ചവെള്ളം വീഞ്ഞായി തീരുകയാണ്. ഇതേപോലെ നിന്റെ ഭവനത്തിനകത്ത് ഇതുവരെ നടക്കാത്തത് എന്തോന്ന് നീ ഇന്ന് രാത്രി അധികമായി പ്രാർത്ഥിക്കുമ്പോൾ, അധികമായി കരമടിക്കുമ്പോൾ, അധികമായി ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു അത്ഭുതം എന്റെ കർത്താവ് ചെയ്യുന്നു. മാസങ്ങൾ, വർഷങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതൊരു യാബോക്കിന്റെ കടവാണ്. നിന്റെ മേലിൽ വാഗ്ദത്തം തിരിയുന്ന സമയം, നിന്റെ മേലിൽ വാഗ്ദത്തം തിരിയുന്ന സമയം ഒറ്റ രാത്രി കൊണ്ട് ദൈവം ഇറങ്ങി പേര് മാറ്റുകയാണ്. യാക്കോബ് എന്നുള്ള പേര് മാറുന്ന രാത്രിയാണിത്. നിന്റെ മേലിൽ എന്തോ ഒരു ഭയങ്കര ചലനം നടക്കുകയാണ്. നിങ്ങൾ നോക്കണം, വിശ്വാസത്തിൽ സമയമായിട്ടില്ല എന്ന് പറയുമ്പോഴും മറിയ പറയെ ഇവൻ എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ ചെയ്തിരിക്കണം. അവിടുത്തെ 5-ാമത്തെ വാക്യം അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. അവന്റെ അമ്മ ശുശ്രൂഷകരോട് അവൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ, കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് വഴി തുറന്നെന്നാ പറയുന്നത്. എത്ര പേര് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു, കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെ നടുവിൽ, ഞാൻ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്നതിന്റെ മേളിൽ ഇന്ന് രാത്രി നിന്റെ ഒരു വാക്ക് ഞാൻ വിശ്വാസത്തിൽ ഇന്ന് രാത്രി കാണുന്നു. ഭയങ്കര ശക്തി അനുഭവിക്കുന്നു കേട്ടോ. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രോഗഭാഗത്തോട്ട് കൈവച്ചിട്ട് പറ, നിന്റെ ഒരു വാക്ക് ഇന്ന് രാത്രി സൗഖ്യത്തിലോട്ട് തിരിയുക. ദൈവത്തിന്റെ കൽപ്പനകൾ ഇന്ന് രാത്രി നിന്റെ മുന്നിൽ വെളിപ്പെടുകയാണ്. അവൻ കൽപ്പിക്കാൻ പോകുന്നു നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി. യേശുവിന്റെ നാമത്തിൽ ആ കടബാധിതരുടെ ശക്തികൾ നിന്റെ വീട്ടിൽ നിന്ന് മാറട്ടെ. കടവല്ല പ്രശ്നം കേട്ടോ, കടഭാരമാണ്. അഭാരം നിന്റെ വീട്ടിനകത്ത് ഇറങ്ങിപ്പോകുന്നു. അതാണ് നിന്റെ ഉറക്കത്തെ കെടുത്തുന്നത്. അതാണ് നിന്റെ വീട്ടിൽ അസ്വസ്ഥത കൊണ്ടുവരുന്നത്. അതാണ് നിന്നെ വഴക്കിലേക്കും പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ച് എനിക്ക് ഭയങ്കര ഉറപ്പാ, ഇന്ന് രാത്രി ആരുടെയൊക്കെ വാക്കിനകത്ത് ഭയങ്കര ദൈവപ്രവർത്തികൾ നടക്കുന്നു. വിശ്വാസത്തിൽ മറിയ പറയാ, നടന്നിട്ടുണ്ട്, ഇനി ഇവൻ പറയുന്നത് നിങ്ങൾ ചെയ്താൽ മതിയെന്ന്. എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? അടുത്ത വാക്യം നിങ്ങൾ നോക്കണേ. അടുത്ത വാക്യം ആ പദം വെളിപ്പെട്ടപ്പോൾ മറുപടിയാ. 6-ാമത്തെ വാക്യം, അവിടെ യഹൂദരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. 7-ാമത്തെ വാക്യം, യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ. പിന്നെ ഒരു മറുപടിയില്ല കേട്ടോ. വിശ്വാസ ദൈവത്തെ ചലിപ്പിക്കുന്നതാ. ഞാൻ ഇങ്ങനൊരു പദം വർഷങ്ങൾ കൊണ്ട് പറയുന്നതാ. ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കുന്നതാ നിന്റെ വിശ്വാസത്തിന്റെ പ്രാർത്ഥന. മറ്റൊന്നിനും ചലിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ? ആ ഇളകി മറിയുന്ന തിരമാലയും ആഞ്ഞു വീശുന്ന കാറ്റും പടകിനെ മുക്കുമെന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ യേശുവിനെ അത് തൊട്ടില്ല കേട്ടോ. പക്ഷെ അവന്റെ ശിഷ്യന്മാർ കരഞ്ഞപ്പോ, ഗുരു എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞപ്പോ അവൻ ചാടി എഴുന്നേറ്റു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ വിശ്വാസത്തിന്റെ വാക്കുകൾ എന്റെ ദൈവത്തെ എഴുന്നേൽപ്പിക്കുന്ന പ്രാർത്ഥന ദൈവത്തെ എഴുന്നേൽപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക്. ഇന്ന് രാത്രിയിൽ ഭയങ്കരമായ അഭിഷേകം ഞാൻ ഫീൽ ചെയ്യുന്നു. ഇന്ന് രാത്രി ആ അഭിഷേകത്തിന് നിന്നാ നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്. ഇന്ന് രാത്രി ചില ശരീരങ്ങൾ സൗഖ്യമാകും. വർഷങ്ങൾ മാറാത്ത രോഗശക്തികൾ, വർഷങ്ങൾ മാറാത്ത ചില കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങാൻ പോകുക. ദുരാത്മാവ് കീഴടങ്ങാൻ പോകുന്നു നിന്റെ ഭവനത്തിൽ. എത്ര ശ്രമിച്ചിട്ടും ബാസേ, ആ മാസം ആ ഡേറ്റുകളിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ആ ദിവസങ്ങളിൽ എനിക്ക് ആരാധനയ്ക്ക് പോകാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ, ആ ദുരാത്മാവിനെ യേശു കീഴടക്കാൻ പോവുകയാണ്. എന്റെ ദൈവം ആ സമയത്തെ പൊട്ടിക്കാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ സ്വീകരിക്കുന്നു. ചില മാസങ്ങളിൽ, ചില ദിവസങ്ങളിൽ ചില കുടുംബത്തിൽ ഭയങ്കര ക്രൈസിസ് ആയിരിക്കും. അവർക്ക് 25-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ കടം വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്ന് രാത്രി അതിന്റെ കർത്താവ് ചെയിൻ ബ്രേക്ക് ആകും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നോക്കെ, സമയത്തിന് മുമ്പേ അവരുടെ സമയം പറഞ്ഞുകൊണ്ട് ആ ദേശത്ത് വാണുകൊണ്ടിരുന്നത്. ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ സമയം പറഞ്ഞു വാണുകൊണ്ടിരിക്കുന്ന ചില ദുരാത്മാക്കളുണ്ട്. ഇന്ന് രാത്രി രോഗം കൊണ്ടുവന്നിട്ട് ഇത്ര സമയം വരെ ഞാൻ വാഴുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചില ശക്തികളുണ്ട്. ഇന്ന് രാത്രി നീ വിശ്വസിക്കാമെങ്കിൽ കരം ഉയർത്തിപ്പിടിക്കുക. എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് വൈകിട്ട് ആ വീട്ടിനകത്ത് ഇറങ്ങിയ
നിന്റെ മേളിൽ വ്യാപരിക്കുന്നത് എനിക്ക് അനുഭവിക്കുന്നു. ഞാനത് കാണുകയാ. യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ചിലതിനെ പൊട്ടിച്ചു കളയും. ഇനി നീ ആ പ്രശ്നത്തിനകത്ത്, ആ പ്രതികൂലത്തിനകത്ത് കരയത്തില്ല കേട്ടോ. ഇനി ആ സമയത്തിന് നീ ആശുപത്രി കയറി ഇറങ്ങത്തില്ല. എന്റെ കർത്താവ് ഇന്ന് രാത്രി കൊണ്ട് അതിനെ അവസാനിപ്പിക്കുകയാണ്. സമയത്തിന് മുമ്പേ ചിലതിനെ ഇന്ന് രാത്രി യേശു പറഞ്ഞു വിടുകയാണ്. നിന്റെ വീട്ടിലെ എല്ലാ 3-ാമത്തെ ആഴ്ചയും പ്രശ്നമാണ്. നിന്റെ വീട്ടിൽ എല്ലാ 3-ാമത്തെ ആഴ്ചയും കഠിന ക്ഷാമമാണ്. ആഹാരത്തിന് പോലും വകയില്ലാത്ത ചിലവരിനകത്ത് വരും 3-ാമത്തെ ആഴ്ചയിൽ. എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥിക്ക്. ഇന്ന് രാത്രി ചിലത് സമയത്തിന് മുമ്പേ നിന്റെ വീട്ടിനകത്ത് കയറുകയാണ്. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചോ. എന്റെ ദൈവം സമയം കുറിക്കുന്ന ദൈവമാട്ടോ. എന്റെ ദൈവത്തിന്റെ സമയത്തിന് ഭയങ്കര വിലയുണ്ട്. നീ പ്രാർത്ഥിക്കാമെങ്കിൽ ഇന്ന് രാത്രി ആരോടോ പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ സമയമായി കഴിഞ്ഞു. നിന്റെ സമയത്തിലേക്ക് നീ ഇന്ന് രാത്രി കയറുകയാണ്. ഇന്ന് രാത്രി മുതൽ ചിലതിനെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇനി ആ പൂജയ്ക്കോ മന്ത്രവാദത്തിനോ ഒന്നും ബലമില്ല. അതിന്റെ സമയം കഴിഞ്ഞു. നിനക്കുള്ള സമയത്തിലോട്ട് നീ തിരിയുകയാണ്. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു. നീ കാണാൻ പോവുകയാണ്. കാരണം ഇന്നു മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ വെളിയിൽ ചലിച്ചുകൊണ്ടിരിക്കുക. സമയം, അഭിഷേകം ഒരുത്തന്റെ മേളിൽ വന്നാൽ, ദാവീദിന്റെ മേളിൽ വന്നാൽ, അവൻ ഇനി കാട്ടിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. അവനെ തേടി കിരീടം അടുക്കും, അവനെ തേടി സമ്പത്ത് അടുക്കും. കാരണം അഭിഷേകമാണ് നിന്റെ മേളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തോട്ടൊക്കെ ഇന്ന് നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഇന്നലെ പറഞ്ഞ വാക്യത്തിനകത്തോട്ട് വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ആഗ്രഹം ഒത്തിരി പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അറിയാം, ഇന്ന് രാത്രി ഇത്രയും കേട്ടതിനകത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. കർത്താവ്, ഇന്ന് രാത്രിയിൽ എന്തോ ഒരു ഭയങ്കര വിടുതൽ നടക്കാൻ പോകുന്നു. ഞാൻ ആ പദം വീണ്ടും കാണുക കേട്ടോ. എത്ര ശ്രമിച്ചാലും നിനക്ക് ആ നന്മയിലേക്ക് വരാൻ പറ്റത്തില്ല. എത്ര ശ്രമിച്ചാലും എന്തോ ഒന്ന് നിന്നെ തടയുന്നത് നിനക്ക് കാണാം. അറിയാം, ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. അത് അവസാനം നീ നിരാശപ്പെട്ട് നിന്നെ തന്നെ പഴിച്ചു തീരുന്ന ഒരു അനുഭവം. പക്ഷേ കർത്താവ് പറയാണ്, സമയത്തിന് മുമ്പേ ആ ദുരാത്മാവിനെ ദൈവം പറഞ്ഞു വിടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സമയത്തിന് മുമ്പേ എന്റെ കർത്താവ് ആ ദേശത്തിൽ വാണുകൊണ്ടിരുന്ന ദുരാത്മാവിനെ പറഞ്ഞു വിടുകയാണ്. ആത്മാവിൽ ഇത് സ്വീകരിക്കാവോ? ഞാനിത് ഇന്ന് രാത്രി ഇതൊരു ഭയങ്കര വിടുതലായി കാണുകയാണ്. ഇന്ന് രാത്രി എന്റെ കൂടെ ഈ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു മുഴുവൻ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ഒരു ദൈവിക അഭിഷേകം ചിലവരുടെ മേളിൽ വ്യാപരിക്കുന്നു. നീ സമയം കുറിക്കുന്നതിനായി നന്ദി. നീ സമയത്തിലേക്ക് ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം. ആത്മാവിൽ എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ ജപ്തി വന്നിട്ടിരിക്കുകയായിരുന്നു. ഞാൻ പല തവണ നോട്ടീസ് വരുമ്പോഴും ഞാൻ ഇരുന്ന് കരയായിരുന്നു. ഇവിടെ നോട്ടീസ് വന്ന അവസരത്തിൽ ഞാൻ ഒരു ഓഗസ്റ്റ് മാസം 15-ാം തീയതിക്ക് മുന്നായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് പാസ്റ്റർ പറഞ്ഞു, ഓഗസ്റ്റ് മാസം 15-ാം തീയതി നീ സങ്കടപ്പെട്ടിരിക്കുന്ന ആ വിഷയത്തിന് കർത്താവ് മറുപടി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ദൈവമേ ഒരു മറുപടി കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. പക്ഷേ ഞങ്ങൾ ഒരുപാട് ബ്രോക്കർമാരെ വെച്ചു, കുറേ ആളുകളോട് പറഞ്ഞു. പക്ഷെ ആരും വരുന്നില്ല. അത് വന്ന് നോക്കാൻ തന്നെ ആരും തയ്യാറാവുന്നില്ല. പക്ഷെ പാസ്റ്റർ പറഞ്ഞ അതേ ഡേറ്റിൽ ബ്രോക്കർമാരുടെ ഒരാളുടെയും സഹായം കൂടാതെ ഒരു പാർട്ടി നേരിട്ട് വീട്ടിൽ വന്നു ആ വസ്തു വാങ്ങിച്ചു. പറഞ്ഞു സെപ്റ്റംബർ മാസത്തിൽ അതിന്മേൽ പൂർണ്ണമായി വിടുതലുണ്ടാവുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ കടഭാരം ഞങ്ങൾക്ക് വലിയൊരു പ്രയാസമായിരുന്നു. അതിനിടയിൽ എനിക്കൊരു സാക്ഷ്യം കൂടി ഉണ്ട് പാസ്റ്റർ. ഞാൻ പറയാൻ അന്ന് വിട്ടുപോയി. വർഷങ്ങൾക്ക് മുന്നുണ്ടായിരുന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ബാലഭവനിൽ പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞാൻ വന്നിരുന്നു. അന്ന് ഞാൻ വല്ലാതെ രോഗത്തെ ഭാരപ്പെട്ടിട്ട് വന്നത്. ഒരു അലർജി സംബന്ധമായിട്ടൊരു രോഗമായിരുന്നു. പല ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ ഞങ്ങൾ കാണിച്ചു. എൻ്റെ അവസ്ഥ ഇവിടെ പലർക്കും അറിയാം. അത് ആ സിസ്റ്ററാണ് എന്നെ അവിടെ അന്ന് എത്തിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പാസ്റ്റർ വേണ്ടി അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാമെന്ന്. ഇതുപോലെ ഞാൻ പോയിരിക്കണം. അന്നും പാസ്റ്റർ ഫസ്റ്റ് തന്നെ തൊട്ടായിരുന്നു. ഇത് പറഞ്ഞു, രോഗത്തെ ഭാരപ്പെട്ടിട്ടാണ് കർത്താവ് വിടുവിക്കാൻ പറഞ്ഞു. അതിനുശേഷം ആ സുഖം എനിക്ക് വന്നിട്ടില്ല. ഭയങ്കര അലർജി സംബന്ധമായിട്ട് ഞാൻ ഒരുപാട് പൈസ എനിക്ക് ചിലവായിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റും ടെസ്റ്റുകളൊക്കെ ആയിട്ട്. ഇന്ന് ഇതിനകത്ത് മനുഷ്യനല്ല ഉയരുന്നത്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നീ ഉറപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ വന്ന വിഷയം ഇന്നിവിടെ തീരാതെ നിന്റെ ആത്മീയ വളർച്ച. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകൾ നടക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർ വിവിധ ആവശ്യങ്ങളിൽ ഭാരപ്പെടുന്നവരാണ്. ഇവരുടെ ജീവിതത്തിനകത്ത് ഞങ്ങളുടെ വലിയ കരം വെളിപ്പെടുത്തണമേ അപ്പ. ഞങ്ങളുടെ സൗഖ്യം, ഞങ്ങളുടെ വിടുതൽ അങ്ങ് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അപ്പ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ അത്ഭുതം വെളിപ്പെടുത്തണമേ, ഞങ്ങളുടെ കരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര ദൈവപ്രവർത്തി കർത്താവെ എന്നെ കാണുന്ന ഓരോ മക്കളുടെ വെള്ളിക്കും വെളിപ്പെടുന്നത്
വെളിപ്പെടുത്തുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ ഈ മകൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ സുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതേപോലെ തന്നെ അലന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ അപ്പ. പ്രത്യേകിച്ച് ഓരോ മക്കളെ ഞങ്ങളുടെ കരത്തിലോട്ട് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. അപ്പൻ്റെ കരം വെളിപ്പെട്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കളെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുക. തമ്പുരാനെ, അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നപ്പ. അങ്ങയുടെ കരം വെളിപ്പെടുത്തിയതിനായി നന്ദി. യേശുവേ, അങ്ങയുടെ തിരുസാന്നിധ്യം വെളിപ്പെടുത്തണമേ അപ്പ. അപ്പാ, അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ലിസി എന്ന് കാണിക്കുന്ന സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ മകളെ കൂടെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ അനിൽ ബ്രദറിനെ കൂടെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. തമ്പുരാൻ്റെ കരം വെളിപ്പെടുത്തിയതിനായി നന്ദി കർത്താവെ. ഒരിക്കൽ കൂടെ കർത്താവെ, എന്നെ കാണുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ വേഗത്തിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ വെളിപ്പെട്ട് വരട്ടെ. ദൈവം നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ദൈവത്തിൻ്റെ തേജസ്സിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. എങ്കിൽ എപ്പിസോഡുകൾ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണമേ. എല്ലാ നിലയിലും ദൈവം നിങ്ങളെ മാനിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. ആമേൻ. ഇതിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവങ്ങളെ കാക്കുമാറാകട്ടെ. ആമേൻ.